ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ക്രഷിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്രഷിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും ക്രഷ് അടിക്കാം, ആരോടെങ്കിലും ഒരാളോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ ഇംപ്രസ് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയില്ല ഞാൻ എന്ത് ചെയ്താലാണ് ആൾ അട്രാക്റ്റഡ് ആവുക എന്നുള്ള ഒരു കാര്യം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിന് തെറ്റായ രീതിയിൽ ആരും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ക്രഷിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് തന്നെയാണ്. നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയി ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് ആളുടെ കോൺഫിഡൻസ് ഹൈ ലെവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇംപ്രഷൻ ഫീൽ ചെയ്യില്ലേ? അതായത് നമുക്ക് ആളോട് പെട്ടെന്ന് ഒരു ഇഷ്ടം ഫീൽ ചെയ്യും. അതിലൊരു കാരണം എന്ന് പറയുന്നത് ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു സ്മൈലോട് കൂടിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്തൊക്കെ സ്മൈൽ ചെയ്യാം. കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു സ്മൈൽ എപ്പോഴും നിങ്ങളുടെ ഫേസിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെയാണ് എപ്പോഴും ഒരു ഗുഡ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഒരു ഗുഡ് പോസ്റ്റർ എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഓവറോൾ നിങ്ങളെ കാണാനായിട്ട് ഒരു നീറ്റ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു കൃത്യമായി ഒരു അടക്കവും ഒതുക്കവുമുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ. അടക്കവും ഒതുക്കം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഒരു ടോട്ടൽ അപ്പിയറൻസ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. ഇതാണ് ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ജെന്യുവൻ ആയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നെർവസ് ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കൂളായിട്ട് കാമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതേ കൂട്ടത്തിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഇപ്പോൾ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഏതാണെന്ന് ചോദിക്കാം. ഏത് പാട്ടാണ് നിങ്ങൾ എപ്പോഴും കേൾക്കാറുള്ളതെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ഇപ്പം ഒരു കാര്യം ചോദിച്ച് അവരൊരു ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കാം. അതായത് ഒരു ആൻസർ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ പറഞ്ഞിട്ടുള്ള ഒരു ആൻസറിനെ ബേസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഈ ഒരു സോങ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമല്ലേ എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞ് സംസാരിക്കാം. അപ്പോൾ അവർക്ക് തന്നെ ഫീൽ ചെയ്യും, ഓക്കെ ഇവർക്ക് എന്തോ എന്നോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ കാര്യം ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വരും. അങ്ങനെ ആകുമ്പോൾ അവിടെയും അവർക്ക് നിങ്ങളോട് തോന്നുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള അട്രാക്ഷൻ തന്നെയാണ്. സോ നല്ല ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വേറൊന്നുമില്ല, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവരുടെ മുമ്പിൽ നിൽക്കുക. ഇപ്പോൾ അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ യഥാർത്ഥ ക്യാരക്ടർ അവരുടെ മുമ്പിൽ കാണിച്ചാൽ മതി. അതല്ലാതെ കുറെ അഭിനയിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. മനസ്സിലാക്കുക, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ എപ്പോഴും അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജെന്യുവൻ ആയിട്ടുള്ള ക്യാരക്ടറാണ്. നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരും. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറാറുള്ളത്, എല്ലാം ആ രീതിയിൽ തന്നെ പോകട്ടെ. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തുക. അത് അഭിനയിക്കുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും അല്ല, നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കണം. എപ്പോഴും അതാണ് അവർക്ക് അട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. എങ്കിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നല്ലതിന് വേണ്ടിയിട്ടുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ അത് മാറ്റാൻ നിൽക്കരുത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് നൽകുക എന്നുള്ളതാണ്. കോംപ്ലിമെന്റ്സ് നൽകുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് കോംപ്ലിമെന്റ്സ് നൽകുന്ന ആളുകളുണ്ട്. അത് വലിയ രസമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ നമ്മൾ കൊടുക്കണ്ട. ഒരു കോംപ്ലിമെന്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അതായത് ഇങ്ങനെ കോംപ്ലിമെന്റ് പറയുമ്പോൾ അപ്പം എന്നെക്കുറിച്ച് ഇത്രയും നല്ല അഭിപ്രായങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. 2, 3 ഒക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കോംപ്ലിമെന്റ് നൽകി, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തെ, അപ്പം നമുക്ക് അയ്യോ ഇതിപ്പോൾ ഇതന്നെയാണ് പണി, അപ്പം ഇയാള് അതായത് അത്ര ശരിയൊന്നും അല്ല. അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര കോംപ്ലിമെന്റ് പറയുന്ന ഒരു പേഴ്സണാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിമെന്റ്സ് കൊടുക്കുക, ഓവറായിട്ട് കൊടുക്കണ്ട. ചെറിയ രീതിയിലുള്ള കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കാം. അതായത് നീ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്റെ സ്മൈൽ കാണാൻ നല്ല രസം കേട്ടോ എന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ വെച്ച് നല്ലൊരു കോംപ്ലിമെന്റ് കൊടുക്കുക. അപ്പോൾ ഒരു
അങ്ങനെ കോംപ്ലിമെന്റ് കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓവറായിട്ട് കൊടുക്കുന്നത് ഒഴിവാക്കുക, അങ്ങനെ വേണ്ട. എപ്പോഴെങ്കിലുമൊക്കെ ഓരോന്ന് എന്നുള്ള രീതിയിൽ അത് നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. നല്ല രീതിയിൽ തമാശ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തമാശ പറയണം. നിങ്ങൾക്ക് തമാശ അറിയാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തമാശ പഠിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എങ്കിലും ചെറിയ രീതിയിലുള്ള തമാശകളൊക്കെ പറയാൻ ശ്രമിക്കുക. കാരണം തമാശ പറയുന്നവരെയാണ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളത്. എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. കുറച്ചൊക്കെ തമാശ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന ആളുകളോടാണ് നമുക്ക് ഒരു പ്രിയം ഇഷ്ടം തോന്നാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രീ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, നല്ല തമാശ പറയുന്ന ഒരാളാണ്, എല്ലാം അതിൻ്റെതായ ഒരു വൈബിലൊക്കെ എടുക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ തന്നെ അവർക്ക് അത് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ ആയിട്ട് മാറും എന്നുള്ളതാണ്. അതായത് ഇത്രയും ഇങ്ങനെയൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണ്. അപ്പൊ ഇവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫും കളർഫുൾ ആവും, അടിപൊളിയായിരിക്കും എന്നൊരു ചിന്ത അവർക്ക് വരും. അങ്ങനെ ആവുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം ഇങ്ങനെ തോന്നും. അതായത് ഇയാളെ എൻ്റെ ലൈഫ് പാർട്ണറായി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ചിന്തയൊക്കെ അവർക്ക് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ തമാശകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പഠിക്കുക. ഇനി തമാശ പറയാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലൊക്കെ പഠിക്കുക എന്ന് കരുതി നമ്മുടെ ഹരിശ്രീ അശോകൻ ചെയ്തതുപോലെ മറ്റേ ബുക്ക് നോക്കി പഠിക്കുക അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിലുള്ള തമാശകൾ, നമുക്ക് അപ്പപ്പോൾ വരുന്ന ചെറിയ തമാശകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്ന് കരുതി തീരെ കഴിയാത്ത, അതായത് തമാശ പറയാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് പരിശ്രമിക്കണം എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ തമാശകളൊക്കെ പറയുക എന്നുള്ളതാണ്. അത് എപ്പോഴും മറ്റുള്ളവർക്ക് നമ്മളോട് അട്രാക്ഷൻ തോന്നാനുള്ള ഒരു കാര്യം തന്നെയാണ്. സോ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രഷിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് പിന്നെ വലിയ പാടൊന്നും ഉണ്ടാവില്ല. കാരണം ഓൾറെഡി അവർ ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവരോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്, അപ്പോൾ അത് തുറന്ന് പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ പോയി തുറന്ന് പറഞ്ഞോളൂ. അവരെ സമ്മതിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ ലൈഫ് പാർട്ട്ണറായിട്ട് വേണം എന്നുള്ളത് അവരും ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് അവർ തിരിച്ചിഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ക്രഷിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്